ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കേണൽ സാറും അതുപോലെ തന്നെ മധുചേട്ടനും അതുപോലെ കൃഷും കൂടി അവിടെ സംസാരിക്കാട്ടോ ചെയ്യുന്നത്. കേണൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം എന്തായി കൃഷി എന്ന് ചോദിക്കുന്നുണ്ട്. സർ, അത് എന്നെക്കൊണ്ട് സാധിക്കുമെന്നറിയില്ല, പക്ഷേ അതിന് ഈ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ത്രീയുണ്ട് വാസുകി, അതിനോടൊപ്പം നിൽക്കുന്ന ഒരാളും കൂടിയുണ്ട് അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട്. അവരും ചേർന്നിട്ടാണ് ആ സമരം കൂടുതൽ രൂക്ഷകരമാക്കുന്നത്. അവരോട് ഞാൻ സംസാരിച്ചു നോക്കി, പക്ഷേ അത് പിന്നെ അവരതിന് സമ്മതിക്കുന്നത് പോലെ തോന്നില്ല സർ എന്ന് പറയുന്നു കേട്ടോ. അത് നിൻ്റെ കഴിവുകേടല്ലേ എന്ന് പറയാട്ടോ. കഴിവുകേടോ? അതെന്താ സാർ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം? പിന്നെ അല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? നിനക്കിപ്പോൾ ദേവ് സാർ പറഞ്ഞതുപോലെ ഒന്നല്ല നീയും കൃഷും. ചോരത്തിളപ്പാണ് അത്, യൂത്താണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ആവശ്യങ്ങളാണുള്ളത്? 3 നേരം ഭക്ഷണം കഴിക്കാനും സുഖമായ ഒരു അന്തരീക്ഷം, ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാനും അതിനൊക്കെ പറ്റിയൊരു അന്തരീക്ഷത്തിലേക്ക് വന്നു. അത് മാത്രമേ നിന്നെക്കൊണ്ട് പറ്റുള്ളൂ. നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേണൽ അങ്ങ് ഷൗട്ട് ചെയ്യാട്ടോ. അതിനുശേഷം തന്നെ മധു പറയുന്നുണ്ട്, കേണൽ സാർ ഇങ്ങനെ തന്നെ, എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം കിട്ടുമെന്നുള്ളത് സംശയമാണ് സർ എന്ന് പറയുന്നു. ഓ, ഇയാളൊരു വഷളനാണെന്ന രീതിയിലൊക്കെ മധുവിനോട് പറയുന്നു. അതിനുശേഷം തന്നെ ക്രഷ് അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ സുലോചന അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ചേട്ടാ, ഭക്ഷണം കഴിക്കാനായി വരൂ എന്ന് പറയുന്നു. സാറിന് ഇപ്പോൾ വയറ് നിറച്ച് കേണൽ സാർ കൊടുത്തിട്ടുള്ളൂ, ഇനി ചേട്ടന് വിശക്കില്ല എന്ന് പറയാണ്. അപ്പോഴത്തേനും കൃഷി വീണ്ടും പോവാട്ടോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ മധു പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. പിന്നെ കൺമണിയും കൃഷിനെ ആട്ടോ കാണിക്കുന്നത്. സർ, എന്തായി പോയ കാര്യം? കൺമണി എന്നെ കളിയാക്കാനല്ലേ നിൽക്കുന്നത് എന്ന് പറയുന്നു. അതെന്താ സർ അങ്ങനെ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്ത് പറയാനാ കൺമണി? ആ വാസുകി അവൾ ഒന്നിനോട് അടുക്കുന്നില്ല, കാരണം ഞാൻ എന്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ സാർ ഇങ്ങനെ പറയുന്നത്? സാർ ഒരു പ്രാവശ്യമല്ലേ അവരോട് സംസാരിച്ചിട്ടുള്ളൂ, അപ്പോഴത്തേനും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കുമോ? അവരോട് പലപ്പോഴായിട്ട് സംസാരിക്കേണ്ടി വരും, അവരിൽ ഒരാളായിട്ട് നിൽക്കേണ്ടി വരും. സാർ, എന്നെ കണ്ട് പഠിക്കുക, കാരണം ഞാനൊക്കെ എത്രമാത്രം താഴ്ന്ന ലെവലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അഭിമുഖീകരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ കേണൽ സാറിൻ്റെ ഷൗട്ടിങ്, അതിനെക്കുറിച്ചും സാർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സാർ എന്നെ എത്രമാത്രം ഷൗട്ട് ചെയ്തിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്നേഹത്തിലാണ്, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്താൻ തന്നെ കാരണം അതൊക്കെ തന്നെയല്ലേ? അപ്പോൾ അത് മാത്രമല്ല, സാർ എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുകവ്, അത് ഞാൻ എത്ര പ്രാവശ്യം സാറിനോട് തരാതിരുന്നു, അവസാനം ഞാൻ തന്നെ തന്നില്ലേ? ഇതെല്ലാം തന്നെ ഒരുപാട് സമയമെടുത്തില്ലേ? അതുപോലെ തന്നെയാണ് ഫാക്ടറിയുടെ കാര്യം, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, വിജയം നമുക്ക് തന്നെയായിരിക്കും സാർ കിട്ടേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ക്രഷ് കൺമണി പറയുന്ന കേട്ടിട്ട്, സോറി കൺമണി, ഞാൻ അന്ന് ചെയ്ത് തെറ്റാണ്, അതിന് വേണ്ടിയിട്ടൊന്നും അല്ല സാർ ഞാൻ പറഞ്ഞത്, ഞാനിത് സാറിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമല്ല. എന്തായാലും നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം, വിജയം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു ധൈര്യവും ആത്മവിശ്വാസവും തോന്നുന്നുണ്ട്, ഞാൻ അടിമുടി ചുട്ട് പൊള്ളി നിൽക്കുമായിരുന്നു, കൺമണിയുടെ വാക്കുകളിലൂടെ എനിക്കൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഈ തണുപ്പിലൂടെ നമുക്ക് അത് നേടിയെടുക്കണം സാർ എന്ന് പറയുന്നു. അതെ, ഫാക്ടറി തുറക്കുന്ന ദിവസം കൺമണി എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം സാർ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ഞാൻ സാറിന് തന്നിരിക്കുമെന്ന് പറയുന്നു. ആ, മുത്തുകവുമായിരിക്കുമല്ലേ? ആ, അത് തന്നെ. പിന്നെ പിന്നെ അത് മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ടൊന്ന് തരുമോ ചോദിക്കുന്നുണ്ട്. അത് കൊള്ളാലോ, ആ വേണമെങ്കിൽ ഒരു അര ഒക്കെ തരാമെന്ന് പറയുന്നു. അതെന്തത് അരയോ ഒന്നൊക്കെ കണക്ക്? എന്താ കൺമണി ഈ പറയുന്നത്? പിന്നെ എന്ത് പറയണം സാർ എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും അവർ പരസ്പരം സ്നേഹിക്കുകയാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറിനെയും ദേവ്ജിയാണ് കേട്ടോ. ദേവ്ജി, ഞാനിവിടെ വന്നപ്പോൾ ആകെപ്പാടെ ബുദ്ധിമുട്ടിലാണ് വന്നത്. കൃപ പറഞ്ഞതനുസരിച്ച് ബലരാമൻ ഇപ്പോൾ ജാമ്യത്തിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവന് ജാമ്യം കിട്ടിക്കോളും 1-2 ആഴ്ചയിനുള്ളിൽ. പാവം എൻ്റെ മോള് പറഞ്ഞിട്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു പക്ഷേ ഞാൻ ആരും പറഞ്ഞാൽ ചെയ്യില്ലായിരുന്നു, കാരണം അവൾ മാത്രമല്ലേ ഇങ്ങനെയൊക്കെ വിചാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ അവനെ പുറത്തിറക്കാൻ പോലും ശ്രമിക്കില്ല. ഒന്നാമത് അവനോടൊക്കെ അത്രയും ദേഷ്യമുണ്ട്. എൻ്റെ കൃപയ്ക്ക് എന്തുകൊണ്ടാണാവോ അങ്ങനെയൊക്കെ തോന്നാൻ കാരണം. പിന്നെ അവൾ ബലരാമനെ കേൾപ്പിക്കാനായിട്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. അതെന്താ സാഗർ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ കേട്ടിട്ട് പോലുമില്ല, അത് അവൾ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമില്ല, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ആ വോയിസ് കേട്ടപ്പോൾ അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഒരു മൂത്ത ചേട്ടനെ പോലെ അവൻ വിതുമ്പി കരയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ എന്ന് പറയുന്നു. എല്ലാം നല്ലതിനായിരിക്കും സാഗർ, എന്നാലും അതൊക്കെ താൻ വിട്ടേക്ക്, താൻ ഒരു കാര്യം ചെയ്യും, ഇപ്പം വന്ന കാര്യം നടന്നല്ലോ, ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനായിട്ട് നോക്കുക, എൻ്റെ കൃപയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നു.
ദേവ് സാർ അതെല്ലാം തന്നെ വിടാം, പക്ഷേ കൃഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അലികയ്ക്ക് ഒരു നേട്ടം ഉണ്ടാവും അവരവിടെ പോയി വരുമ്പോഴത്തേനും. അവന് സ്വയം പര്യാപ്തതയിൽ നിൽക്കാൻ സാധിക്കും സാഗർ. പിന്നെ കൺമണിയുടെ കാര്യമാണെങ്കിൽ മാനസയെ ഒരിക്കലും തന്നെ അവന് വിവാഹം കഴിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അത് തനിക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ തന്നെ സാഗറാണ് ആ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാട്ടോ ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലോ മാനസയെ എനിക്ക് കല്യാണം കഴിച്ച് തരണ്ട എന്നൊക്കെ, പക്ഷെ സാഗറും സുജും പറഞ്ഞ കേൾക്കാത്തതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും ജയമോഹനോട് എനിക്കൊരു കടമയുണ്ട് ദേവ്ജിക്ക് അറിയാലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സ് തന്നെയായിരിക്കും ഞങ്ങളുടെ മരുമകൾ. അതെന്തുകൊണ്ട്? കാരണം കൺമണി നല്ല കുട്ടിയാണ്, അലികയ്ക്ക് അവൾ നേട്ടം തന്നെ ഉണ്ടാവുള്ളൂ. കൃഷ്ണന് നല്ല ഭാര്യയും നിങ്ങൾക്ക് നല്ല മരുമകളുമായിരിക്കും അവൾ. അവളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറയാട്ടോ. എന്നാലും സർ ഒന്നും പറയണ്ട, സാഗർ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, പോയിക്കോളൂ എന്ന് പറയാട്ടോ. അതിനുശേഷം തന്നെ പിന്നെ മാനസികം എടുക്കുകയല്ലേ, അവളല്ലേ ആ ഡൽഹി പ്രോജക്റ്റ്, അത് നമുക്ക് ദേവ്ജി ആ പഴയ കാര്യങ്ങൾ ആലോചിക്കട്ടോ. ആ രഹസ്യമായിട്ട് ആ ഡിസൈൻ മോഷ്ടിച്ചതും അതുപോലെ തന്നെ കൺമണിയെ കൊണ്ട് വരപ്പിച്ചതും അങ്ങനെയൊക്കെ. അപ്പോഴത്തേനും എല്ലാ പ്രശ്നങ്ങളും തെളിയുമ്പോൾ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. സാഗർ വിഷമിക്കേണ്ട, എന്തായാലും തിരിച്ചു പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവ്ജി സാഗറിനെ സമാധാനപ്പെടുത്തി വിടുന്നുണ്ട്. ദേവ്ജിയാണ് എൻ്റെ ബലമെന്നും സാഗർ തുറന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കേണലിനെയും കൺമണിയാണ് കേട്ടോ. കൺമണി എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണെന്ന് എനിക്ക് ഇവിടെ ചോദിക്കുന്നു. സാർ എനിക്ക് സുഖമാണ്. കൃഷ്ണനെ കുറിച്ച് കൺമണിയുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുകയാണ്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഫാക്ടറി അവൻ തുറക്കോ ഇല്ലയോ? തീർച്ചയായും തുറക്കും സാർ എന്ന് പറയുന്നു. ഒരിക്കലും അവന് അതിന് സാധിക്കില്ല എന്ന് കേണൽ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിൽ എന്താണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ പറയില്ല, കഴിയില്ല എന്ന് പറയുമ്പോഴത്തേനും ആവും ചിലപ്പോൾ കൃഷ്ണ അത് സാധിക്കും എന്നുള്ള ആവേശം വരുന്നത്. എന്തായാലും നമുക്ക് കാണാം. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് എന്തായാലും പ്രമോ ആയിട്ട് തിരിച്ചു വരാം.